ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മല്ലു മാർക്കറ്റർ. സോ ഇന്ന് നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് ഒരു 9 വീഡിയോ സീരീസ് ആണ്. ഏകദേശം അഡ്വാൻസ്ഡ് ലെവൽ ആയിട്ടുള്ള അഫിലിയേറ്റ് മാർക്കറ്റിംഗിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ് ഈ ഒരു 9 വീഡിയോസിലൂടെ ഞാൻ തരാൻ പോകുന്നത്. സോ 100% റിസൾട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. എല്ലാം ഞാൻ പ്രോപ്പർ ആയിട്ട് DM സ്ട്രാറ്റജി ആണെങ്കിലും പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷൻ ആണെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് സെയിൽ ക്ലോസ് ചെയ്യേണ്ടത് എന്നുള്ള ലൈവ് ആയിട്ടുള്ള ട്രെയിനിങ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ തരുന്നതായിരിക്കും. സോ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ ഒന്നും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ്ലി കാണാം. വരുന്ന നോട്ട്സ് എല്ലാം ഞാൻ നോട്ട്സ് ഉൾപ്പെടെ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം മാർക്ക് ചെയ്തെടുക്കുക. നിങ്ങളുടെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ജേർണി നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുക. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സെഷൻ. സോ പറഞ്ഞതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള നോട്ട്സും കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം നിങ്ങൾ മാർക്ക് ചെയ്തെടുക്കുക. കാരണം എല്ലാ രീതിയിലും പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു എക്സാക്ട് ആയിട്ട് ഇത്രയുള്ള ഒരു പ്രീമിയം സ്കില്ല്, ഇതുപോലുള്ള ഒരു ഹൈ ഇൻകം പേയിങ് സ്കില്ല് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ ഡേ 1 തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും സ്ക്രാച്ചിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഡേ 1 നമ്മൾ നോക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് ഓൾ അബൌട്ട് മില്ലിയനർ ട്രാക്ക്. മില്ലിയനർ ട്രാക്കിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഒരു ഐഡിയ തരാം നിങ്ങൾക്ക്. അത് കഴിഞ്ഞ് എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, നമ്മൾ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയെ കുറിച്ച് നമ്മൾ അറിയണ്ടേ, നമ്മുടെ കമ്പനിയെ കുറിച്ച് നമുക്കറിയാം, നമ്മുടെ ഇൻഡസ്ട്രിയെ കുറിച്ച് നമുക്കറിയാം. അതുപോലെ ഇതൊരു MLM ആണോ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ ഒരു മണി ചെയിൻ തട്ടിപ്പാണോ ഇത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതുപോലെ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്, കാരണം നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്താണ് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്. ഇനി വരാൻ പോകുന്ന ആരാണെന്നുണ്ടെങ്കിലും ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്താണ് നമുക്ക് ആ ഒരു എമൗണ്ടിന് കിട്ടുന്ന ആക്ച്വൽ ആയിട്ടുള്ള വാല്യൂ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. സോ കംപ്ലീറ്റ് ആയിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത്, ഒന്നുകൂടെ പറയുവാണ്, നോട്ട്സ് എല്ലാം കറക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് ശ്രദ്ധിച്ച് വീഡിയോ കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ താഴെ ഞാൻ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിരിക്കാം. ആ ഒരു നമ്പറിൽ മെസ്സേജ് ഇട്ട് ചോദിച്ചാൽ ഡൗട്ടുകളും കാര്യങ്ങളും ഞാൻ ഈസി ആയിട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ നമ്മൾ നോക്കാൻ പോകുന്നത് മില്ലിയനർ ട്രാക്കിനെ കുറിച്ചാണ്. ആദ്യം തന്നെ മില്ലിയനർ ട്രാക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ടോപ്പ് ലീഡിംഗ് ഇ-ടെക് പ്ലാറ്റ്ഫോം ആണ്. അതായത് ഒരു ഓൺലൈൻ എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോം ആണ് ഈ ഒരു മില്ലിയനർ ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമുക്ക് ഡിജിറ്റൽ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് പ്ലാറ്റ്ഫോം ആണ്. ഓക്കെ, അവർ പ്രൊവൈഡിങ് ട്രെൻഡിങ് ഡിജിറ്റൽ കോഴ്സസ്. ലൈക്ക് നമ്മളിപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്ന എന്താ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, അതുപോലെ അഡ്വർടൈസിംഗ് ആൻഡ് മാർക്കറ്റിംഗ്, യൂട്യൂബ് ആഡ്സ്, യൂട്യൂബ് മാർക്കറ്റിംഗ്, ഫേസ്ബുക്ക് ആഡ്സ്, ഗൂഗിൾ ആഡ്സ്, മൈക്രോസോഫ്റ്റ് ആഡ്സ്, അതുപോലെ വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ എഡിറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെന്റ്, ഗ്രാഫിക് ഡിസൈനിങ്, ഇങ്ങനെയുള്ള ഓരോ ആപ്സും പ്രൊവൈഡ് ചെയ്യുന്ന, ഓരോ കോഴ്സസും പ്രൊവൈഡ് ചെയ്യുന്ന സ്കിൽസ്, ട്രെൻഡിങ് ആയിട്ടുള്ള സ്കിൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ് മില്ലിയനർ ട്രാക്ക് എന്ന് പറയുന്നത്. സോ മില്ലിയനർ ട്രാക്ക് അതിനോടൊപ്പം തന്നെ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റി കൂടെ ഹയർ ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് മില്ലിയനർ ട്രാക്കിന്റെ കോഴ്സസ് യൂസ് ചെയ്ത് പഠിക്കാൻ പറ്റും, കോഴ്സസ് നമുക്ക് പഠിക്കാൻ പറ്റും, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ തന്നെ നമുക്ക് മില്ലിയനർ ട്രാക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെയും അതിന്റെ കോഴ്സസിനെയും പ്രൊമോട്ട് ചെയ്തുകൊണ്ട് കമ്മീഷൻ ഏൺ ചെയ്യാൻ പറ്റും. അതായത് അവരുടെ കോഴ്സസ് നമുക്ക് സെയിൽ ചെയ്തുകൊണ്ട് ഇവിടെ നമുക്ക് കമ്മീഷൻ ഏൺ ചെയ്യാൻ പറ്റും. സോ അതാണ് മില്ലിയനർ ട്രാക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇതൊരു ഗവൺമെന്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ്. ഇൻക്ലൂഡിംഗ് MCA, സെൻട്രൽ ഗവൺമെന്റ് ഉൾപ്പെടെ സർട്ടിഫൈഡ് ആയിട്ടുള്ള, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഉൾപ്പെടെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ്ലി ഗവൺമെന്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് മില്ലിയനർ ട്രാക്ക്. 100% സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്. സോ ഇതൊക്കെയാണ് മില്ലിയനർ ട്രാക്കിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ. ഇനി നമുക്ക് നോക്കാം എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. നമുക്ക് എന്താണ് ഇനി അഫിലിയേറ്റ്, നമ്മൾ ചെയ്യുന്ന ബിസിനസ് എന്താണെന്ന് നമുക്ക് ഇനി അറിയണ്ടേ. സോ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ബിസിനസ് ഇൻ ഇന്ത്യ. ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ആകുന്ന ഗ്രോ ചെയ്യുന്ന ബിസിനസ്സുകളിൽ ഒന്നാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് സ്റ്റഡീസ് തന്നെ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ഏകദേശം 2025 കൂടി തന്നെ $835 മില്യൺ, അതായത് ഏകദേശം 6300 കോടി രൂപയുടെ ടേൺ ഓവർ ഇന്ത്യയിൽ മാത്രമായിട്ട് ജനറേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഈ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ അത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ആവുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അതുപോലെ ആക്ച്വൽ പ്രോസസ് ഓഫ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്? അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ബയർ ഉണ്ടെങ്കിൽ ഒരു സെല്ലറും ഉണ്ട്. ബയറിന് സെല്ലർ ഇല്ലാതെ ഒരു ബിസിനസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഏതൊരു ബിസിനസ് ഓണർ ആണെന്നുണ്ടെങ്കിലും അവർക്കൊരു പ്രൊഡക്റ്റ് കാണും. ഈ ഒരു പ്രൊഡക്റ്റ് അവർ മാർക്കറ്റ് ചെയ്യേണ്ടി വരും. എന്തിന്? ആളുകൾ ഇത് പർച്ചേസ് ചെയ്യാൻ. സോ അതിന്റെ ഇടയിൽ നിന്നുകൊണ്ട് ആ ഒരു ബിസിനസ് ഓണറിന്റെയും ആ ഒരു സെല്ലറിന്റെയും ഇടയിൽ നിന്നുകൊണ്ട് പ്രൊഡക്റ്റ് നമ്മൾ കസ്റ്റമറിലേക്ക് സെയിൽ ചെയ്ത് കൊടുക്കുമ്പോൾ, പ്രൊമോട്ട് ചെയ്ത് സെയിൽ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ബയ്യർ, ഈ ഒരു ബിസിനസ് ഓണർ അല്ലെങ്കിൽ ഈ ഒരു ബയ്യർ നമുക്കൊരു കമ്മീഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഇതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്ത്, പ്രൊഡക്റ്റോ സർവീസിനെ പ്രൊമോട്ട് ചെയ്ത് കസ്റ്റമറിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് കമ്പനിയിൽ നിന്നൊരു കമ്മീഷൻ ഏൺ ചെയ്യുന്നതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സ്. ഏകദേശം ലോകത്തിലെമ്പാടും എടുത്തു കഴിഞ്ഞാൽ 85%
കമ്പനീസും ഈ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ബിസിനസ് മോഡലിൽ വർക്ക് ആവുന്നുണ്ട്. അതുപോലെ ഇത് ലീഗൽ ആണോ അതോ അല്ലയോ? സോ ലീഗൽ ഓർ നോട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. കംപ്ലീറ്റ്ലി സേഫ് ആൻഡ് ലീഗൽ ആണ്. ഏകദേശം ഒരു 13 വയസ്സിന് മേലോട്ടുള്ള ആർക്കും ചെയ്യാൻ പറ്റും. ഈവൻ ഞാനൊരു പ്രിഫർ ചെയ്യുന്നത് ഒരു 15 വയസ്സിന് മേലോട്ടുള്ളവരെ മാത്രം ചൂസ് ചെയ്ത് ടീമിൽ എടുക്കുക. കാരണം അവരുടെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഏകദേശം ഓക്കെ ആയിരിക്കും. കാരണം ഇപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൾക്ക് എവിടെ നിന്ന് ഈ ഒരു പൈസ വരുന്നു എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ഓക്കെ, അതുപോലെ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടാണോ, ഇന്ന് ജോയിൻ ചെയ്ത് നാളെ റിസൾട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചാണോ കയറുന്നത് എന്നുള്ള കാര്യമൊന്നും നമുക്കറിയത്തില്ല. സോ അതൊരിക്കലും സേഫ് ആൻഡ് സെക്യൂർ അല്ല. കാരണം ആ ഒരു എത്തിക്കലിന്റെ മൂവിന് എഗെയിൻസ്റ്റ് ആണ് അത് കംപ്ലീറ്റ് ആയിട്ട്. അതുപോലെ മൂന്നാമതായിട്ട് വരുന്ന ചോദ്യമാണ്, ഇത് MLM ആണോ അല്ലെങ്കിൽ മണി ചെയിൻ ആണോ? സോ ഇതിനായിട്ട് നമ്മൾ ആദ്യം MLM മണി ചെയിൻ തമ്മിലുള്ള ഡിഫറൻസ് നോക്കണം. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. മണി ചെയിൻ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തന്നെ ഫിക്സ് ചെയ്യാം, ഇത് MLM ആണോ മണി ചെയിൻ ആണോ അതോ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണോ എന്നുള്ളത്. മണി ചെയിൻ എന്ന് പറയുന്നത് അവിടെ പ്രൊഡക്റ്റോ സർവീസോ ഒന്നും വരുന്നില്ല. ജസ്റ്റ് ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നു, ആ ഒരു പൈസ സർക്കുലേറ്റ് ചെയ്ത് ഒരു ചെയിൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് ഇപ്പൊ ഞാനാണ് ടോപ്പിൽ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്റെ കയ്യിലേക്ക് എമൗണ്ട് തന്ന് ആ ഒരു ദാറ്റ് മീൻസ് എമൗണ്ട് തന്ന് മാത്രം ജോയിനിങ് നടക്കുന്നു. അവിടെ ഒരു പ്രൊഡക്റ്റോ സർവീസോ പോകുന്നില്ല. എന്റെ ബ്രാഞ്ച് ബേസിൽ താഴോട്ട് ആളുകൾ ഇങ്ങനെ കൂടുന്തോറും, എന്റെ നെറ്റ്വർക്ക് കൂടുന്തോറും എനിക്ക് ഓരോ ലെവലും പാസീവ് ഇൻകം ഇങ്ങനെ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ബ്രാഞ്ച് ബേസിൽ പ്രൊഡക്റ്റോ സർവീസോ ഇല്ലാതെ തന്നെ ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മണി ചെയിൻ എന്ന് പറയുന്നത്. അത് കംപ്ലീറ്റ്ലി ഇന്ത്യയിൽ ഇല്ലീഗൽ ആണ്. സോ അപ്പോൾ തന്നെ മനസ്സിലാക്കാം, മില്യണർ ട്രാക്ക് ഒരു MCA സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിന് ഒരിക്കലും GST ഓർ MCA സർട്ടിഫിക്കേഷൻ കിട്ടത്തില്ല. സോ അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഇതൊരു മണി ചെയിൻ അല്ല. ഇനി നമുക്ക് നോക്കാം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്താണ്. പലരും വിചാരിക്കുന്നത് ഇത് രണ്ടും ഒന്നാണ്. MLM അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, മണി ചെയിൻ അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഒന്നാണെന്ന് പലരും വിചാരിക്കുന്നുണ്ട്. തെറ്റായിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. MLM ഡിഫറെന്റ് ആണ്. സോ MLM എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സെല്ലിംഗ് പ്രൊഡക്റ്റ് വിത്ത് ക്രിയേറ്റിംഗ് ആൻഡ് പിരമിഡ് നെറ്റ്വർക്ക് സ്കീം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സ്ക്രീനിൽ. അതായത് നമ്മളൊരു പിരമിഡ് നെറ്റ്വർക്കിംഗ് സ്കീം വെച്ചുകൊണ്ട് പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു ഫോർവെൽ ലിവിങ് ഇതൊക്കെ ഒരു MLM കമ്പനിയാണ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയാണ്. അതായത് പ്രൊഡക്റ്റ് ഉണ്ട്, ആൾറെഡി ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ഈ ഒരു സെയിം മണി ചെയിൻ നമ്മൾ നോക്കുമ്പോൾ മണി ചെയിനിൽ പ്രൊഡക്റ്റോ സർവീസോ വരുന്നില്ല. MLM വരുമ്പോൾ മണി ചെയിന്റെ സെയിം ബ്രാഞ്ച് ആണ് ഇവിടെ ക്രിയേറ്റ് ആവുന്നത്. പക്ഷേ പ്രൊഡക്റ്റ് ഉണ്ട്. ഓക്കെ, പ്രൊഡക്റ്റോ സർവീസ് ഉണ്ട്. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വില കൂടുതലായിരിക്കും. കാരണം ഇൻകം മൾട്ടിപ്പിൾ ലെവലിൽ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ചാർട്ട് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ, ഒരാൾ മേളിൽ നിൽക്കുന്നുണ്ട്, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരാളുണ്ട്. ഇയാൾ 2 പേരെ ജോയിൻ ആക്കുമ്പോൾ ഈ ഒരു 2 പേർക്കും അവിടെ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്. എമൗണ്ട് പേ ചെയ്യുമ്പോൾ അതിനുള്ള പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ പ്രൊഡക്റ്റിന്റെ വില കൂടുതലായിരിക്കും. അപ്പോൾ ഈ മേളിലിരിക്കുന്ന ആൾക്ക് ഒരു കമ്മീഷൻ അവിടെ പോകുന്നുണ്ട്. അതിന്റെ താഴെ 2 പേര് ജോയിൻ ആകുമ്പോൾ ഈ ഏറ്റവും മേലുള്ള ആൾക്കും കിട്ടും, താഴെയുള്ള 2 പേർക്കും കമ്മീഷൻ കിട്ടുന്നുണ്ട്. സോ ഒരു മൾട്ടിപ്പിൾ ലെവലിൽ ഇൻകം ക്രിയേറ്റ് ആവുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇനി അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണെന്ന് നോക്കാം. സോ മില്യണർ ട്രാക്കിൽ ഇത് രണ്ടും വർക്ക് ആവുന്നില്ല. അതായത് ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റോ സർവീസിനെ പ്രൊമോട്ട് ചെയ്ത് സെല്ല് ചെയ്ത് കമ്മീഷൻ ഏൺ ചെയ്യുന്നതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതിവിടെ ഒരു എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം ഇല്ല. നമ്മൾ സെല്ല് ചെയ്യുന്നു, ആ ഒരു ഇൻകം നമുക്ക് വരുന്നു. സെയിം മില്യണർ ട്രാക്കിലും ഇതേ പ്രോസസ്സ് തന്നെയാണ് നടക്കുന്നത്. ഒരു ലെവലിലും ഇവിടെ പാസീവ് ലെവൽ ഓഫ് ഇൻകോ അല്ലെങ്കിൽ ബ്രാഞ്ച് ക്രിയേറ്റ് ആവുന്നതിനനുസരിച്ചുള്ള ഒരു ഇൻകോ ക്രിയേറ്റ് ആവുന്നില്ല. കംപ്ലീറ്റ്ലി സെയിലിന് മാത്രമേ ഇൻകം ക്രിയേറ്റ് ആവുന്നുള്ളൂ. അത് ഇന്ന് വന്ന ബിഗിനർ സെയിൽ ചെയ്താലും ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആൾ സെയിൽ ചെയ്താലും ഒരേ ലെവൽ ഓഫ് ഇൻകം ആയിരിക്കും, ഒരേ ലെവൽ ഓഫ് കമ്മീഷൻ ആയിരിക്കും പ്രൊവൈഡ് ആകുന്നത്. സോ കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. MLM ആൻഡ് മണി ചെയിൻ. അതുപോലെ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്? നമുക്ക് ഇനി നോക്കേണ്ടത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്. നിങ്ങൾ പൈസ മുടക്കുന്നതല്ലേ, അപ്പൊ എന്തിനൊക്കെ ആ ഒരു പൈസക്ക് നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് അഫോർഡബിൾ ക്വാളിറ്റി കോഴ്സസ്. ആ ഒരു കോഴ്സ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാം. നിങ്ങളുടെ അക്കൗണ്ടിൽ കയറി, ഇപ്പോൾ കോഴ്സ് പർച്ചേസ് ചെയ്ത ആളായിരിക്കുമല്ലോ, സോ അക്കൗണ്ടിൽ കയറി ചെക്ക് ചെയ്യാം. നല്ല രീതിയിലുള്ള കണ്ടന്റ്സ്, അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുത്ത് തന്നെയാണ്. ഒരു അഡ്വാൻസ് ലെവൽ കണ്ടന്റ് ഞാൻ ഒരിക്കലും പറയത്തില്ല. നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന് ബേസിക് ലെവൽ കണ്ടന്റ് ആയിരിക്കും തരുന്നത്. കാരണം ആദ്യമേ അഡ്വാൻസിലേക്ക് പോയിട്ട് കാര്യമല്ലോ. സോ പ്രീ റെക്കോർഡ് വീഡിയോസ് ആകുമ്പോൾ ബേസിക് ലെവൽ കണ്ടന്റ് ആണ് അതിനകത്ത് വരുന്നത്. സോ അതെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, ആ ഒരു കണ്ടന്റ്സ് എല്ലാം. കറന്റ് ഞാൻ എന്റെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ ഇൻസ്റ്റഗ്രാം മാർക്കറ്റിംഗ് കോഴ്സ് പഠിച്ചുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാമിൽ എനിക്കൊരു പെർട്ടിക്കുലർ ആയിട്ട് ഒരു ചെറിയ ബ്രാൻഡിംഗ് എങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് ഇൻസ്റ്റഗ്രാമിനെ കുറിച്ച് വലിയ രീതിയിൽ ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. ഓരോ കോഴ്സിന് മേളിൽ ഞാൻ ഒരു എഫേർട്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ വിചാരിച്ചത് ഈ ഒരു കോഴ്സ് എല്ലാം എനിക്ക് കൺവേർട്ട് ചെയ്യണം. സോ അതിനുവേണ്ടി ഞാൻ ആദ്യം പഠിക്കണം. കോഴ്സ് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പഠിക്കണം. സോ കോഴ്സിന്റെ ബെനിഫിറ്റ് അറിയാൻ, ഞാൻ സെയിൽ ചെയ്യുന്ന സാധനത്തിന്റെ ബെനിഫിറ്റ് അറിയാൻ ഞാൻ ആ ഒരു കോഴ്സ് പഠിച്ചിട്ടുണ്ട്. സോ എനിക്ക് വളരെയധികം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഓവറായിട്ട് ഞാൻ ഒരു അഡ്വാൻസ് ലെവലെന്ന് ഒരിക്കലും പറയത്തില്ല. ഒരു ബേസിക് ലെവലിൽ നിങ്ങൾക്ക് വളരെയധികം അഫോർഡബിൾ റേഞ്ചിൽ നല്ല ക്വാളിറ്റി കോഴ്സ് മില്യണർ ട്രാക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
അതുപോലെ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ്, വേറെ ഒന്നുമില്ല, വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ വരുന്നുള്ളൂ. ഒരു തവണ നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ലൈഫ് ടൈം അക്കൗണ്ട് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ഏത് എമൗണ്ട് ആയിക്കോട്ടെ, ആ ഒരു കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ലൈഫ് ടൈം അക്കൗണ്ട് ആയിരിക്കും. അതുപോലെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിന്റെ കംപ്ലീറ്റ് ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടും. അതായത് നിങ്ങൾക്ക് ഇവിടെ കോഴ്സ് കിട്ടും, അതിന്റെ കൂടെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിന്റെ ട്രെയിനിങ്ങും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അതുപോലെ പേഴ്സണൽ മെന്റർഷിപ്പ്, ഒരാളുടെ പേഴ്സണൽ മെന്റർഷിപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആരുടെ കയ്യിൽ നിന്നാണോ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് അവരായിരിക്കും നിങ്ങളുടെ പേഴ്സണൽ മെന്റർ. സോ മെന്ററിനെ ചൂസ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള മെന്റർഷിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവരുടെ ചോദ്യങ്ങളെല്ലാം ചോദിക്കുക, ചോദ്യം ചോദിക്കാൻ പഠിക്കുക, ചോദ്യം ചോദിച്ച് ക്ലാരിഫൈ ചെയ്ത് അവർ ഓക്കെ ആണ്, അവർ നമ്മുടെ ചോദ്യത്തിനെല്ലാം കൃത്യമായിട്ടുള്ള മറുപടി തരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം അവരെ കൂടെ ജോയിൻ ആവുക. ഓക്കെ, സോ ഇതൊരു പേഴ്സണൽ ടിപ്പാണ്, കാരണം നല്ല മെന്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ പെട്ടെന്ന്. അതുപോലെ നോ ബോസ്, ആരും നിങ്ങളെ ഭരിക്കാൻ വരത്തില്ല ഈ ഒരു ഇൻഡസ്ട്രിയിൽ. ഓക്കെ, നിങ്ങൾ ഒരു തവണ കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീരുമാനിക്കാൻ നിങ്ങൾക്ക് എപ്പോൾ വർക്ക് ചെയ്യണം, എപ്പോൾ വർക്ക് ചെയ്യേണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് തീരുമാനിക്കാം. അതാണ് 100% ഫ്ലെക്സിബിൾ ടൈമിങ്സ് വിത്ത് നോ ടാർഗറ്റ്സ്. ഒരു തരത്തിലുള്ള ടാർഗറ്റോ കാര്യങ്ങളോ വരുന്നില്ല. നിങ്ങൾ എവിടെയാണെന്നുണ്ടെങ്കിലും, നിങ്ങൾ സ്റ്റുഡന്റ് ആയിക്കോട്ടെ, ഹൗസ് വൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റും. സോ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് പഠിക്കുക. പഠിച്ചാൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റൂ, ഹാർഡ് വർക്ക് കൊടുത്താൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റൂ. നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റും, നിങ്ങളായിരിക്കും നിങ്ങളുടെ ബോസ്. പക്ഷെ പണിയെടുത്താലേ പൈസ ഉണ്ടാക്കാൻ പറ്റും. അതൊരു സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അതുപോലെ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ട്രിപ്പ് എലിജിബിലിറ്റി. നമുക്ക് തന്നെ ഒരു വർഷത്തിൽ തന്നെ ഏകദേശം കമ്പനിയിൽ നിന്ന് 4 നാഷണൽ ട്രിപ്പ്, ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകുന്നുണ്ട്. സോ അത് ടാർഗറ്റ് ബേസിലായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തുകൊണ്ട് ആ ഒരു ട്രിപ്പ് എലിജിബിലിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റും. ഇതൊന്നും കൂടാതെ കമ്പനി വക അവാർഡ്സ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ് കിട്ടും. ഓക്കെ, അവാർഡ്സും സർട്ടിഫിക്കറ്റ്സും നിങ്ങൾക്ക് എക്സസ് ചെയ്യാൻ പറ്റും. സോ അതിനായിട്ട് മീറ്റപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത്രയും ബെനിഫിറ്റ്സ് ആണ് ഈ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. സോ നിങ്ങൾക്ക് തന്നെ ഫിക്സ് ചെയ്യാം നിങ്ങളുടെ ടൈം കൺവീനിയൻസ് അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി. അതുപോലെ പഠിപ്പിക്കാൻ ആളുണ്ട്, ഒരു ഗ്രൂപ്പ് ആക്സസ്, ഒരു കമ്മ്യൂണിറ്റിയുടെ കൂടെ ഒരുമിച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ നിങ്ങൾ എല്ലാത്തിനും എന്റർടൈൻമെന്റ്സിന് വേണ്ടി എല്ലാത്തിനും പൈസ മുടക്കുന്നതാണ്. ഇവിടെ പൈസ മുടക്കുമ്പോൾ ഇത്രയും ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് വർത്ത് ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു സെഷനിൽ എനിക്ക് പറയാനുള്ളത്. സോ നമ്മൾ ഇനി നെക്സ്റ്റ് ഡേ 2 പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷനിലേക്കാണ് പോകുന്നത്. സോ അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്താൽ കിട്ടും, പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷന്റെ. സോ ഞാൻ ഓരോന്നിന്റെ ലിങ്കും അതാത് വീഡിയോസിന്റെ താഴെ കൊടുത്തിരിക്കാം. സോ ഈ ഒരു വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉള്ളവര് ഡയറക്റ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യേണ്ടത്, എന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് മെസ്സേജ് ഇടുക, ഡൗട്ട് ക്ലാരിഫൈ ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലാരിഫൈ ചെയ്തിട്ട് മാത്രം ഫർദർ മൂവ് ആവുക. ഓക്കെ, സോ വിഷിംഗ് യു എ സക്സസ്ഫുൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ജേർണി ആൻഡ് ഇറ്റ്സ് മീ Abimanyu signing off.